ഏറ്റവും കൂടുതൽ നഷ്ടമുള്ള സിനിമ എന്ന് പറയുന്നത് ഒന്ന് നാരദൻ, രണ്ട് മഹേശ്വരി മലികാരത്തിന്റെ തമിഴ് നിമിറൽ ഒരു 3 കോടി പോയി, നാരദനിൽ ഒരു 5.5 കോടി രൂപ പോയി, 8.5 കോടി രൂപ. ഇത് രണ്ടും എനിക്ക് ശരിക്കും. പിന്നെ ഗാങ്സ്റ്ററും നീരാളിയും കൂടെ ഒരു 70 ലക്ഷം രൂപ. ഇത് 4 എനിക്ക് നഷ്ടം വന്നേക്കുന്നത്. അമൽ നീരനും മമ്മൂക്കായിട്ടുള്ള സിനിമ ജനം കാത്തു നിൽക്കുകയാണ്. ആ കൂടെയാണ് നമ്മുടെ നാരദം വന്നത്. ആ കൂടെ നമ്മളെ TV ചാനലുകാരും എല്ലാം ഒന്ന് കാര്യം മീഡിയയാണെന്ന് പറഞ്ഞത്. അതിനെ ഒന്ന് ചവിട്ടി ഒതുക്കി. അതൊന്നും അല്ല കാരണം, അവരെ ചവിട്ടി ഒതുക്കിയൊന്നും അല്ല. വലിയൊരു പടത്തിൻ്റെ കൂടെ വന്നു, വലിയ ഒരു വൻമരം ഒരു സാധനം വന്നു, ആ കൂടെ വന്ന ചെറിയ സാധനം അങ്ങ് ഒളിച്ചു പോയി. ഇത് തന്നെ നമുക്കുണ്ടായതാണ് മായനദി ഇറങ്ങിയപ്പോൾ. ഞാൻ പറഞ്ഞ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് മലയാള സിനിമയിൽ വ്യക്തമായ സ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് തൂവാനത്തുമ്പി, കിരീടം, കിലുക്കം, ചിത്രം, അങ്ങനെ കിടക്കുവാണ് സിനിമകൾ. ഇതൊക്കെ ഓർത്തിരുന്നാൽ, ഇതൊക്കെ ഇപ്പോൾ ഉള്ള ജനറേഷൻ വരെ അത് കണ്ടാൽ അവർ വരെ എന്താ പറയുന്നത്, രോമാഞ്ചം അടിക്കുന്ന സിനിമകളാണ്. മായനദി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി കൂടി ആട് 2 ഇറങ്ങിയത്. ആട് 2 ഭയങ്കര ഹിറ്റായി. മായനദി താഴ്ന്നുപോയി. ഫസ്റ്റ് ഡേ ഓൾഡ് ഓവറായി പല തിയേറ്ററുകളിൽ. എന്നിട്ട് നമ്മൾ കളക്ട് ചെയ്തു. നമുക്ക് ലാഭമാണ്, നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് നമുക്കതൊരു പാഠഭാഗമായിരുന്നു. പക്ഷെ ആട് 2 നമ്മൾ അതുപോലെ ഹിറ്റാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച സിനിമയല്ല. 100 കോടി എന്ന് പറയുന്ന ക്ലബ്ബ് കണക്ക് കൂട്ടേണ്ട പ്രൊഡ്യൂസറുടെ കയ്യിൽ വന്ന പൈസ എന്നാണ് സുരേഷ് ചേട്ടൻ. അത് തെറ്റാണ്. പുലിമുരുകൻ നഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നത്. ഏതാ അത് പറഞ്ഞത് കേരളത്തിലെ DGP IPS ഓഫീസറാണ്. ദാദാടിയായിൽ ജോയിൻ ചെയ്ത സന്തോഷ് ടി കുരുവിളയും ഇന്നിപ്പോ ഷെയ്ൻ്റെ പടം ആയി നിൽക്കുന്ന ഒരു സന്തോഷ് ടി കുരുവിളയും സിനിമയോടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. ഒരു പ്രൊഡ്യൂസർ സിനിമയിൽ പണം മുടക്കാമെന്ന് ഒരു ഷോ ബിസിനസ് തന്നെയാണല്ലോ. ഒബിയസ്ലി നമ്മൾ മറ്റ് ബിസിനസ്സുകൾ വെച്ച് നോക്കുമ്പോൾ അതിനോടൊരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് വന്നതെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെങ്ങനെയാ അന്നും ഇന്നും അതിനോടുള്ള ഒരു എക്സൈറ്റ്മെന്റും അതിൽ മാറ്റങ്ങളുണ്ടോ? ഈ ദാത്തടിയ എന്ന് പറയുന്ന സിനിമ ഞാൻ അല്ല പ്രൊഡ്യൂസർ, ശരിക്കും ആന്റോ ജോസഫ് ആണ്. നമ്മൾ കോ പ്രൊഡ്യൂസേഴ്സ് ഡ്രീമില്ല, ഞാനും ആഷിക്കുള്ള കമ്പനി. ആഷിക്കായിരുന്നു ഡയറക്ടർ. അന്ന് ഞാൻ പറഞ്ഞത് അതിനൊക്കെ മുമ്പേ നമുക്ക് സിനിമയോടുള്ള പാഷൻ ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പം നമ്മൾ അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ അത്രയും പാഷൻ കാണത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ കുഴപ്പമെന്ന് പറയുന്നത്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഓരോരുത്തർ വിളിക്കും, ഒരു കഥ പറയട്ടെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഇത് പറയട്ടെ എന്ന് പറയാം. നമ്മൾ എത്ര ഒഴിവാക്കിയാലും, ഞാനൊരിക്കലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ട് ഞാൻ ഉടനെ ഒന്നും സിനിമ എടുക്കുന്നില്ല എന്ന്. എന്നിട്ടും ആൾക്കാർ വന്ന് പറയും. ചിലപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടും. നേരം നമ്മൾ ആ സിനിമയ്ക്ക് എടുക്കാം എന്ന് ചിന്തിക്കും. നേരം നമ്മൾ എന്നാൽ താൻ കേസോട് നടന്ന അല്ല ഡാത്തടിയ സിനിമ നടന്ന ആ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി എൻ്റെ പ്രായം കൂടി, എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ അന്നത്തെ അത്രയും കാണത്തില്ല. പക്ഷെ നമുക്ക് സിനിമയെ പറ്റിയുള്ള അറിവുകൾ അതിനേക്കാളും കൂടുതൽ അനുഭവങ്ങളും കൂടിയിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ ഒരു വലിക്കൽ നടക്കുന്ന ഒരു ഇതാണല്ലേ സിനിമ, നമ്മളെപ്പോഴും അതിലേക്ക് വലിച്ചോണ്ട്. അതൊരു വലിയ ആൾക്കാരെ ഇങ്ങനെ വലിച്ച് പിടിച്ചോണ്ട് നിൽക്കും. പക്ഷെ നമ്മൾ ഇതിനിടയ്ക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല, സുരേഷ് ചേട്ടൻ്റെ ഇന്റർവ്യൂ പറഞ്ഞ പോലെ പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അവസ്ഥകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടാൽ, പിന്നെ എൻ്റെയൊക്കെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാനൊക്കെ വെല്ലുവിളികളെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും. അങ്ങനെ ഒരു ബ്ലഡാണ് എന്നിലുള്ളത്. ചിലപ്പം അതുകൊണ്ട് ചിലപ്പം നമ്മൾ വീണ്ടും വീണ്ടും ചാടിക്കൊണ്ട് ചെയ്യും. ഒരു രാഷ്ട്രീയത്തിലൊക്കെ സജീവമാവുന്ന ആളുകൾ പിന്നീട് ഒരു ബിസിനസ്മാൻ ആവുക, കംപ്ലീറ്റ്ലി അതെല്ലാം വിട്ട് പലതരം ബിസിനസ്സുകൾ ചെയ്യുന്നു എന്നുള്ളതിലേക്ക് എങ്ങനെയായിരുന്നു യാത്ര? ഞാനിങ്ങനെ തമാശയ്ക്ക് പറയും, ഞാൻ ഈ ഇലക്ഷന് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ് മത്സരിച്ചത്. അന്ന് SFI എന്ന് പറയുന്ന അതിന്റെ ഫസ്റ്റ് പാനലാണ്, ഞങ്ങളുടെ പാനലാണ്. അതിന് ISA ആണ് സുരേഷ് കുറുപ്പൊക്കെ. CMS കോളേജ് കോട്ടയം, കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ കോളേജ്. നേരം SFI ആയിട്ട് മത്സരിച്ചു. ഞാൻ ഒഴിച്ച് എല്ലാവരും ജയിച്ചു. കാരണം ഞാൻ അന്നും ഒരു അക്രമ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. ആ കാലഘട്ടം, ആ രാഷ്ട്രീയം കഴിഞ്ഞ് നമ്മൾ ബിസിനസ്സിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുൾ ബിസിനസ്സുകാരനായി മാറി. ഇലക്ഷന് മാത്രം, ഇപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ ഒക്കെ ഇലക്ഷന് ഫുൾ ഇലക്ഷൻ വർക്കിന് പോകുമായിരുന്നു. അതല്ലാതെ ഒരു ഓപ്പൺ പൊളിറ്റിക്സിൽ നിന്ന് കംപ്ലീറ്റ്ലി ബിസിനസ്സിലേക്കായി. പിന്നെ നമുക്ക് ബിസിനസ് മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആഷിഖ് കപൂറുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. 4-5 സിനിമകളോളം വന്നിട്ടുണ്ടല്ലേ. അത്രയും ഇപ്പം നാരദൻ, മായാനദി, മഹേഷിന്റെ പ്രതികാരം, വൈറസ് OPM സിനിമാസ് ആണ്. പിന്നെ ഇത്ര സിനിമ ഇറങ്ങി 5 സിനിമ. ഈ സിനിമകളിലൊക്കെ ആ ഒരു ടീമിന്റെ കൂടെയുള്ള വർക്കിംഗ്, OPM ആയിട്ടുള്ള അസോസിയേഷൻ ഒക്കെ. ഞാൻ ആഷിഖിന്റെ സെറ്റ് എന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നത്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, വളരെ ആഷിഖും വളരെ ഫാസ്റ്റാണ്. അങ്ങനെയുള്ള സെറ്റുകളാണ് ആഷിഖിൻ്റെ സെറ്റുകൾ.
നമുക്ക് ആ സമയത്തൊന്നും ഒരു ടെൻഷനും ആ ഒരു സെറ്റിൽ നിന്നും ഉണ്ടായിട്ടില്ല. കാര്യം ആഷിക്ക് തന്നെയാണ് പല കാര്യങ്ങളും പല 90% കാര്യങ്ങളും ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ നല്ല അനുഭവങ്ങൾ മാത്രമേ എനിക്ക് ആഷിക്കുമായിട്ടും ഉള്ളൂ, ആഷിക്കിന് ഞാനുമായിട്ടും ആ സമയത്തൊക്കെ ഉള്ളൂ. ഇപ്പോൾ 2 മാസം മുമ്പാണെന്ന് തോന്നുന്നു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു 2,15,00,000 ആഷിക് കപൂർ തരാനുണ്ട് എന്നുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പരാതിയായിട്ട്. അത് ഞാൻ പറഞ്ഞില്ല, അതൊരു ഒരു ഒരു ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അതൊക്കെ ഒരു ബിസിനസ്സിൽ ഉണ്ടായേക്കുന്ന പ്രശ്നങ്ങളാണ്. അത്രയും ന്യൂസ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് സിനിമയിലുണ്ടായ നഷ്ടമല്ല. പുള്ളി അത് കഴിഞ്ഞ് നീലവിളിച്ചു എന്നുള്ള സിനിമ ഞാൻ മാറിയപ്പം പുള്ളിക്ക് ആ സിനിമയ്ക്ക് വേണ്ടി കൊടുത്ത പൈസയും ഞങ്ങൾ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്ത 1-2 സാധനങ്ങളിൽ നിന്ന് ഞാൻ മാറിയതിൻ്റെ പൈസയാണ്. അത് ഒരു ചർച്ചയിലേക്ക് വരേണ്ട ആവശ്യമില്ല. പുള്ളി എന്നെ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചതിക്കും പറ്റിക്കും എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. പുള്ളിയുടെ സാമ്പത്തിക സ്ഥിതികൾ കൊണ്ടൊക്കെ ഉണ്ടായതായിരിക്കും. നാരദൻ ഒരു ക്ലാഷ് റിലീസ് ആയിരുന്നു ഭീഷ്മയായിട്ട്. ക്ലാഷ് റിലീസ് കൊണ്ട് മാത്രം ആണോ നാരദൻ നഷ്ടമായത്? ഞാൻ ഇപ്പം പക്ഷെ ഒരു സിനിമയുടെ കൂടെ വേറെ സിനിമയും കൂടെ ഒക്കെ വന്നാൽ നല്ല 2 സിനിമകൾ ഇപ്പം എന്നാൽ തങ്കേസുടെ കൂടെ സിനിമ ഇറങ്ങിയതാണിത്, തല്ലുമാല. 2 പടവും ഗംഭീരമായിട്ട് പോയി. ജൂലൈ മാസം ഒരുമിച്ച് റിലീസ് ചെയ്ത 2 പടവും നന്നായിട്ട് പോയി. ഈ ഭീഷ്മ എന്ന് പറയുന്ന പടം മമ്മൂക്കാട് ഒരു ഗംഭീര പടമായിരുന്നു. കുറെ നാൾ ആ കാത്തിരുന്നു. ബിഗ് ബി കഴിഞ്ഞ് അമൽ നീരജും മമ്മൂക്കായും തമ്മിൽ ചേരുന്ന ആൾക്കാർ നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പം അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചിന്തിക്കേണ്ട, എനിക്കും ആഷിക്കിനും പറ്റിയ ചിലപ്പോൾ ഒരു പാളിച്ചയായിരിക്കാം. ആഷിക്കും മമ്മൂക്കായും കൂടെ ചെയ്ത സിനിമയാണ് ഡാഡിക്കൂൾ. ആ സിനിമ കഴിഞ്ഞ് ആഷിക്കും മമ്മൂക്കായും തമ്മിൽ ചേർന്ന സിനിമയാണ് ഗാങ്സ്റ്റർ. ആ സിനിമയ്ക്ക് വേണ്ടി ജനം കാത്തു നിന്നു. ആ സിനിമയുടെ 1ാമത്തെ ദിവസത്തെ കളക്ഷൻ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അന്ന് വരെയുള്ള ഏറ്റവും വലിയ കളക്ഷൻ ആയിരുന്നു 1ാമത്തെ ദിവസത്തെ കളക്ഷൻ അന്ന്. കാരണം അത് ജനം പ്രതീക്ഷിക്കുകയാണ് ആഷിക്കും മമ്മൂക്കയും തമ്മിലുള്ള അടുത്ത സിനിമ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ബിഗ് ബി കഴിഞ്ഞ് അമൽ നീരജും മമ്മൂക്കായിട്ടുള്ള സിനിമ ജനം കാത്തു നിൽക്കുമായിരുന്നു. ആ കൂടെയാണ് നമ്മുടെ നാരദം വന്നത്. ആ കൂടെ നമ്മളെ TV ചാനലുകാരും എല്ലാം ഒന്ന് കാര്യം മീഡിയയാണെന്ന് പറഞ്ഞത്, അതിനെ ഒന്ന് ചവിട്ടി ഒതുക്കി. അതൊന്നും അല്ല കാരണം, അവരെ ചവിട്ടി ഒതുക്കിയൊന്നും അല്ല. വലിയൊരു പടത്തിൻ്റെ കൂടെ വന്നു, വലിയ ഒരു വൻമരം ഒരു സാധനം വന്നു, ആ കൂടെ വന്ന ചെറിയ സാധനം അങ്ങ് ഒളിച്ചു പോയി. ഇത് തന്നെ നമുക്കുണ്ടായതാണ്. മായനദി ഇറങ്ങിയപ്പോൾ മായനദി നമുക്ക് സക്സസ് ആണ്, വിജയിച്ച പടമാണ്. ലാഭം കിട്ടിയ പടമാണ്. വലിയ ലാഭമല്ല, ചെറിയ ലാഭം. പക്ഷെ ഭയങ്കരമായ ജനം ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്ന പടമാണ്. ഇപ്പോഴും അതിൻ്റെ പാട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തു പോയാലും പല അവരുടെ നമ്മുടെ മലയാളികൾ പുറത്തുള്ള ഒത്തിരി കൊല്ലം അവരുടെ എല്ലാ ഇതിലിടുന്ന പാട്ടുകളായിരുന്നു പാട്ടുകൾ. നേരം മായനദി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി കൂടി ആട് 2 ഇറങ്ങിയത്. ആട് 2 ഭയങ്കര ഹിറ്റായി. മായനദി താഴ്ന്നുപോയി. ഫസ്റ്റ് ഡേ ഓൾഡ് ഓവർ ആയി പല തിയേറ്ററുകളിൽ. എന്നിട്ട് നമ്മൾ കളക്ട് ചെയ്തു. നമുക്ക് ലാഭമോ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് നമുക്കതൊരു പാഠമാകാമായിരുന്നു. പക്ഷെ ആട് 2 നമ്മൾ അതുപോലെ ഹിറ്റാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച സിനിമയല്ല അന്ന്. അവരുടെ ആട് 1 അങ്ങനെ തിയേറ്ററിൽ ഹിറ്റ് അല്ലായിരുന്നു. ഇത് മമ്മൂക്കാട് അതുപോലെ പടം അമൽ നീരജുമായിട്ട് ചേരുമ്പോൾ ഹിറ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ ഗാങ്സ്റ്ററിന്റെ 1ാം ദിവസമായിട്ട് മാത്രം കമ്പയർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ എന്നിട്ടും ഗാങ്സ്റ്റർ നഷ്ടമായി അല്ലേ? ഗാങ്സ്റ്റർ ചെറിയ നഷ്ടമല്ല, 36-38 ലക്ഷം രൂപ നഷ്ടമുള്ളൂ. നഷ്ടം വരാതിരിക്കാൻ കാരണം ഈ 1ാമത്തെ ദിവസവും 2ാമത്തെ ദിവസവും കളക്ഷനാണ്, ഇനീഷ്യൽ കളക്ഷനാണ് നമുക്ക് നഷ്ടം വരാതിരിക്കാനുള്ള കാരണം. നാരദന്റെ ഒക്കെ ഒരു ബഡ്ജറ്റ് എങ്ങനെയായിരുന്നു, അതുപോലെ ലാഭവും? നാരദന് നമുക്ക് എനിക്കൊന്ന് 9.5, ഞാനത് നാരദന് നമുക്ക് ഏകദേശം 5 കോടി ലോസ് വന്നു. ലോസ് വരാൻ അങ്ങനെ സാറ്റലൈറ്റ് പോയില്ല, തിയേറ്ററിക്കൽ കളക്ഷനും കുറവായിരുന്നു. നമ്മളിപ്പോൾ സ്റ്റാർ സിനിമകൾ എടുക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് സാറ്റലൈറ്റും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതങ്ങ് അതിൻ്റെ കൂടെ പൊക്കോളും, നമുക്ക് വലിയ നഷ്ടം വരില്ല എന്ന് പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പോൾ മോഹൻലാൽ സിനിമകൾ ഇപ്പോൾ ഒരു ടോക്കാണ്, അതിൻ്റെ സത്യസന്ധത എന്താണെന്ന് അറിയില്ല. മോഹൻലാൽ സിനിമകൾ എടുക്കാൻ OTT സാറ്റലൈറ്റോ അത്ര തയ്യാറാവുന്നില്ല എന്നൊക്കെ ഒരു സംസാരം. എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു സ്റ്റാർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ ഒന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം ഞാൻ പറഞ്ഞ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് മലയാള സിനിമയിൽ വ്യക്തമായ സ്ഥാനമാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് തൂവാനത്തുമ്പി, കിരീടം, കിലുക്കം, ചിത്രം,
അങ്ങനെ കിടക്കുവാണ് സിനിമകൾ. ഇതൊക്കെ ഓർത്തിരുന്നാൽ, ഇതൊക്കെ ഇപ്പോൾ ഉള്ള ജനറേഷൻ വരെ അത് കണ്ടാൽ അവർ വരെ എന്താ പറയുന്നത്, രോമാഞ്ചം അടിക്കുന്ന സിനിമകളാണ്. ഇത് കഴിഞ്ഞു, ഈ കഴിഞ്ഞ എല്ലാം പല നല്ല സിനിമകൾ ലൂസിഫർ എന്താ നേരം ഈ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒന്നും സിനിമകളൊന്നും ഒരു ചാനലുകളും എടുക്കാതെ വരത്തില്ല, മമ്മൂക്കാടും എടുക്കാതെ വരത്തില്ല. അതൊക്കെ വെറുതെ ഇതെല്ലാം അതിന്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെയുള്ള വലിയ വലിയ പടങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങിയ വിഷയത്തിലേക്ക് തന്നെ എത്തും. ഈ സാറ്റലൈറ്റ് എടുത്തോളും അല്ലെങ്കിൽ ഇവരെടുത്തോളും, അപ്പൊ സ്റ്റാറിനെ വെക്കുന്നതിൽ അങ്ങനെ ഒരു ചിന്തയും കൂടെ പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്നില്ലേ? അപ്പൊ അവരാവശ്യപ്പെടുന്ന ഒരു കാശ് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ എന്താ പറയുന്നത്, ഈ ഇവരിൽ നിന്ന് ഇന്ന പൈസ നമുക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ, അത് എല്ലാവർക്കും അറിയാം. അല്ലാതെ ആർക്കെങ്കിലും വെറുതെ മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടനെ അല്ലെങ്കിൽ പൃഥ്വിരാജിനെ അല്ലെങ്കിൽ ദുൽഖറിനെ അല്ലെങ്കിൽ ദിലീപിനെ അല്ലെങ്കിൽ ബിജുമോനെ വെച്ച് സിനിമ ചെയ്യണമെന്ന് വെറുതെ ആഗ്രഹം തോന്നും. ഇവരിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ, ഇവർക്ക് ഒത്തിരി ആരാധകരുണ്ട്, ഇവർക്ക് OTT വാല്യൂ ഉണ്ട്, ഇവർക്ക് സാറ്റലൈറ്റ് വാല്യൂ ഉണ്ട്, ഇവർക്ക് കേരളത്തിന് പുറത്ത് വാല്യൂ ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ പഠിച്ചിട്ടാണല്ലോ ഓരോ പ്രൊഡ്യൂസേഴ്സ് സിനിമയ്ക്ക് പോകുന്നത്. നേരം അതനുസരിച്ച് അവരുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. നാത്താൻ കേസ് കൂടെ എത്രയാണ് കളക്ഷൻ ശരിക്കും, എക്സാക്ട് കളക്ഷൻ? ഞാൻ സത്യം പറഞ്ഞാൽ നാത്താൻ കേസ് കൂടെ നല്ല ഗംഭീര ലാഭമായിരുന്നു. എങ്ങനെ വന്നാലും ഒരു 10-22 കോടി രൂപ ലാഭം കിട്ടിയ സമയം. ഈ 100 കോടി കളക്ട് ചെയ്യുന്ന സിനിമകളുടെ അതാണല്ലോ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഇപ്പൊ വിമർശനവും വന്നിട്ടുണ്ടായിരുന്നു. എത്ര ലാഭം പ്രൊഡ്യൂസർക്ക് കിട്ടും? ഈ 100 കോടി കളക്ഷൻ എന്ന് പറയുമ്പോൾ സിനിമയുടെ കോസ്റ്റും കൂടെ കൂട്ടണം. എന്താണ് സിനിമയുടെ കോസ്റ്റ്? സിനിമയുടെ കോസ്റ്റ് 90 കോടി ആയാൽ 100 കോടി രൂപ കളക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഈ വീണ്ടും പറയാണ്, അത് മറ്റേ ആ ചർച്ചയിലെ വലിയ ഒരു ഇതായിരുന്നു, വലിയൊരു വിവാദമായിരുന്നു. 100 കോടി എന്ന് പറയുന്ന ക്ലബ്ബ് കണക്ക് കൂട്ടേണ്ട പ്രൊഡ്യൂസറുടെ കയ്യിൽ വന്ന പൈസ എന്നാണ് സുരേഷ് ഏട്ടൻ പറഞ്ഞത്. അത് തെറ്റാണ്. കാരണം ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഇപ്പം എൻ്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഞാനൊരു സാധനം, എനിക്ക് ട്രേഡിംഗ് ഉണ്ട്, ഹോട്ടലുണ്ട്. അപ്പോൾ ഹോട്ടലിൽ തന്നെ നമുക്ക് ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റ് ഉണ്ട്, ഫുഡ് കോസ്റ്റ് ഉണ്ട്, വിൽക്കുമ്പോഴുള്ള ലാഭമുണ്ട്. നമ്മൾ ഒരിക്കലും ഹോട്ടലിലെ ടേൺ ഓവർ പറയുന്ന ലാഭം മാത്രമല്ല, അങ്ങനെയാണോ പറയുന്നത്? അല്ലല്ലോ, ഒരിടത്തുമല്ല. സെയിൽ ടാക്സി കൊടുത്താലും ഇൻകം ടാക്സി കൊടുത്താലും ഒരിടത്തും നമ്മൾ കൊടുക്കുന്ന ലാഭം മാത്രമല്ല. ഇപ്പം തുണിക്കടയാണെങ്കിൽ തുണി ഉണ്ടാക്കുന്നതിന് അതിൻ്റെ കോസ്റ്റ് ഉണ്ട്, അത് ഡിസ്ട്രിബ്യൂട്ടറെ കൊടുക്കും, അത് ഈ സബ് ഇത് കൊടുക്കും, പിന്നെ കടക്കാരൻ്റെ ലാഭം, പിന്നെ കേൾക്കുന്ന നേരം ഒരു ടേൺ ഓവർ എന്ന് പറയുന്ന സാധനമാണ് ക്ലബ് എന്ന് പറയുന്ന സാധനം. അത് ഇന്ത്യയിൽ മുഴുവനും ലോകം മുഴുവനും ഉള്ളതാണ്. നേരം അതിൽ 100 കോടി എന്ന് പറയുന്ന സിനിമ വന്നാൽ അതിൽ നമുക്ക് ഏകദേശം സാറ്റലൈറ്റും OTTയുടെയും കഴിഞ്ഞുള്ള കളക്ഷൻ ഒരു 75 കോടിയാണെങ്കിൽ ആ 75 കോടിയിൽ ഒരു 22 കോടി രൂപയെ പ്രൊഡ്യൂസർക്ക് വരത്തുള്ളൂ. ഇപ്പൊ 22 കോടി രൂപയുടെ സിനിമകളുടെ കോസ്റ്റ് ആയാല ആ 22 കഴിഞ്ഞിട്ട് പിന്നെ OTTയുടെ സാറ്റലൈറ്റിനും കിട്ടിയ പൈസ ലാഭമുള്ളൂ. അത് ഡിപ്പെൻസ് ഓൺ ദ പ്രൊഡക്ഷൻ കോസ്റ്റും OTTയിലും സാറ്റലൈറ്റിലും കിട്ടിയ വാല്യൂം കൂടെയാണ്. OTTയിലും സാറ്റലൈറ്റിലും കിട്ടുന്ന മുഴുവൻ പൈസയും പ്രൊഡ്യൂസർക്കുള്ളതാണ്. അതിനകത്ത് വേറെ വീതം ഒന്നും പോകുന്നില്ല. ആകെ GST മാത്രം അടച്ചാൽ മതി, ബാക്കിയെല്ലാം പ്രൊഡ്യൂസർക്കുള്ളതാണ്. വിനോദ്, ഈ നികുതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ നികുതി എന്ന് പറയുന്നത് എങ്ങനെയാ നിങ്ങളുടെ വരുന്നത്? ഈ മറ്റേ ഇപ്പം GST ഉണ്ടല്ലോ, 18% GST ഉണ്ട്. ഏകദേശം എത്ര ശതമാനം അത് പോവാ? ഏകദേശം 18% അല്ലേ GST പോകുന്നത്. പിന്നെ ഇൻകം ടാക്സ് കൊടുക്കണം. ഇപ്പം എൻ്റെ ഇൻകം എത്രയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ചിലരോട് ശമ്പളം ചോദിച്ചാൽ അവർ അവരുടെ TDS കുറച്ച് പറയും. അത് തെറ്റാ എന്ന് പറഞ്ഞ പോലെ ഈ ക്ലബിൻ്റെ കഥ പറയുന്നത്. ഇപ്പം എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളമാണെങ്കിൽ കമ്പനി എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം തരുമ്പോൾ 10,000 രൂപ കുറച്ചായിരുന്നു. കാരണം ഞാൻ എൻ്റെ ശമ്പളം 90,000 എന്നല്ല പറയേണ്ടത്, എൻ്റെ ശമ്പളം 1 ലക്ഷം തന്നെയാണ്. TDS ഞാൻ എൻ്റെ കൈ കിട്ടിയാലും അടയ്ക്കേണ്ട പൈസയാണ് ടാക്സ് എന്ന് പറയുന്നത്. ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ക്ലബ്ബ് എന്ന് പറയുന്നത്. 100 കോടിയും 200. ഇപ്പൊ പുലിമുരുകന്റെ കാര്യം തന്നെ, ടോമിൻ തച്ചങ്കേരി എന്ന് പറയുന്നത് ഏറ്റവും വിവരമുള്ള ഒരു IPS ഓഫീസർ, കേരളത്തിലെ DGP ആയ ആള്, KSFയുടെ ഹെഡായിട്ടിരുന്നയാള് പറഞ്ഞത് എന്ത് മണ്ടത്തരാണ്. ആ സിനിമയ്ക്ക് ടോമിച്ചൻ മുളക് പാടം 3 കോടി രൂപ കടം മേടിച്ച് തിരിച്ചടച്ചിട്ടില്ല. ടോമിച്ചൻ പിറ്റേ ദിവസം തിരുത്തി. ആ പറഞ്ഞ ടോമിച്ചൻ മുളക് പാടം തിരുത്തിയില്ലെങ്കിൽ ജനം വിശ്വസിക്കും അതും തട്ടിപ്പായിരുന്നു വിചാരിക്കും. ഇതൊക്കെ ചിലപ്പം ചിന്തിക്കും ഇത് വലിയൊരു കോക്കസ് ആണോ എന്ന് പോലും ചിന്തിക്കാറുണ്ട്. ഇവിടെ നിന്നൊക്കെ ഇപ്പൊ എന്തൊക്കെയാണ് പുലിമുരുകൻ നഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത് പറഞ്ഞത് കേരളത്തിലെ DGP IPS ഓഫീസറാണ്.
അന്നേരം ആൾക്കാരെന്നെ വിചാരിക്കുന്നു അവിടെ ഭയങ്കര ബുദ്ധിയുള്ള പറഞ്ഞപ്പോഴേക്കും അത് ഏറ്റെടുത്ത് തുടങ്ങിയിരുന്നു. പിന്നെ ഏറ്റവും ബുദ്ധിയുള്ള ആളല്ലേ അയാൾ പറയാണ് സിനിമ നഷ്ടമായിരുന്നു, അയാളിന്നും മറ്റേ പൈസ അടച്ചിട്ടില്ല, തിരിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിലും. അത് തന്നെ വിശ്വസിക്കുകയും കുറച്ച് നാൾ അജിത്തിനെതിരെ ഈ വാർത്ത വന്നപ്പോ ഞാനാണ് അജിത്തിനെ വിളിച്ചു പറഞ്ഞത്, അജിത്തെ ഒന്ന് തിരിച്ച് കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ മനോരമയിൽ നിഖിലിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് അജിത്തിന്റെ നമ്പർ അയച്ചു കൊടുത്തിട്ട് അജിത്തിനെ വിളിച്ചിട്ട് ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ജനം ഇതെല്ലാം വിശ്വസിക്കും. മനുഷ്യന് പത്രത്തിൽ വായിക്കുന്ന എല്ലാം വിശ്വസിക്കുമല്ലേ, ആദ്യം വരുന്ന ന്യൂസ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. ഏറ്റവും മുതൽ മുടക്കിയ സിനിമയും ഏറ്റവും നഷ്ടമുണ്ടായ സിനിമയും ഒക്കെ ഏതായിരിക്കും? ലാഭം ഏറ്റവും കൂടുതൽ മുതൽ മുടക്കി ഏറ്റവും കൂടുതൽ നഷ്ടമുള്ള സിനിമ എന്ന് പറയുന്നത് ഒന്ന് നാരദൻ, രണ്ട് മഹേശ്വരി മതികാരത്തിന്റെ തമിഴ് നിമിർ. നിമിറിൽ ഒരു 3 കോടി പോയി, നാരദനിൽ ഒരു 5.5 കോടി രൂപ പോയി, 8.5 കോടി രൂപ. ഇത് രണ്ടും എനിക്ക് ശരിക്കും. പിന്നെ ഗാങ്സ്റ്ററും നീരാളിയും കൂടെ ഒരു 70 ലക്ഷം രൂപ. ഇത് 4 എനിക്ക് നഷ്ടം വന്നേക്കുന്നത്, ബാക്കി 8 ലാഭം. ഏറ്റവും ലാഭം നാത്താൻ തന്നെയാണ്. നാത്താൻ കേസ് കൂടെയാണ്. പിന്നെ മഹേഷിന്റെ പ്രതികാരമാണ് രണ്ടാമത് തൊട്ടടുത്തേക്കുന്നത്. മൂന്നാമത് നിൽക്കുന്നത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ്. ആർക്കറിയാം നഷ്ടമല്ല, ചെറിയ മഹേഷ് മായാനദി ചെറിയ ലാഭമുണ്ട്. പിന്നെ അങ്ങനെ നഷ്ടം വന്ന പടങ്ങളായി 4 ഉള്ളൂ. ഇപ്പൊ ചാക്കോച്ചൻ കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായി, ഞാനും പ്രൊഡ്യൂസറാണ്, എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ്, നല്ല രീതിയിൽ തന്നെയാണ് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നടന്മാര് പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേരുള്ള സമയമാണല്ലോ, അത് ഏതെങ്കിലും രീതി ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ ഇപ്പോഴുള്ള ചർച്ചകളിൽ ഈ വിഷയങ്ങളിലൊക്കെ? ഈ നടന്മാർ പ്രൊഡ്യൂസർമാരായാലും എന്താ തെറ്റുള്ളത്? എനിക്ക് തെറ്റൊന്നും തോന്നിയിട്ടില്ല. ഏതാ ഇപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, എനിക്ക് നാളെ മുതലാളിയാകാൻ പോയി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അന്നേരം ഇതൊക്കെ നമുക്ക് ഇവർക്ക് കഴിവുണ്ടെങ്കിൽ ഒരു സിനിമ എടുത്തോട്ടെ. പിന്നെ ഞാൻ ഇടയ്ക്ക് പറയും, അവരൊക്കെ എടുക്കാൻ തുടങ്ങിയാലേ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. ഒരു 2-3 പടം ഒരുമിച്ച് പൊളിഞ്ഞു പോയാൽ അന്നേരം അവർക്ക് ബാക്കി പ്രൊഡ്യൂസേഴ്സിന്റെ ബുദ്ധിമുട്ടും മനസ്സിലായിക്കോളും. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഈ എന്തൊക്കെയാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടുകളെന്ന് മനസ്സിലാകണമെങ്കിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് മനസ്സിലാവും. നല്ല സിനിമ വന്നാൽ ആളുകൾ സ്വീകരിക്കും എപ്പോഴും പറയുന്ന ഒരു ടോക്കാണ്. പക്ഷെ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല, നല്ല സിനിമകൾ എത്രയോ ആളുകൾ സ്വീകരിക്കാതെ പോയി. ഓരോരുത്തർക്കും അത് മാറുമല്ലോ ഈ നല്ല സിനിമ എന്നുള്ളത്. സാർ എന്താ വിചാരിക്കുന്നത്? പക്ഷെ ഞാൻ ഈ ഇലക്ഷന്റെ ട്രെൻഡ് പോലെയാണ് പല സിനിമകളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടില് അല്ലെങ്കിൽ കേരളത്തില് ഇടതുപക്ഷം ജയിക്കുകയാണെങ്കിൽ ഇടതുപക്ഷം തൂത്തുവാരും, കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ കോൺഗ്രസ് തൂത്തുവാരും. ഇതൊരു ട്രെൻഡാണ്. ഇപ്പം ചില സിനിമകൾ ആൾക്കാർ കാണാതെ പോകും. അത് അവരതിൻ്റെ വിസിബിലിറ്റി കറക്റ്റായിട്ട് കൊടുത്ത് കാണത്തില്ല, ഇല്ലെങ്കിൽ അവർക്ക് അത് പ്രതീക്ഷ ജനിപ്പിക്കാൻ ഒത്തിട്ട് കാണത്തില്ല. ഇതിപ്പം അതിൻ്റെ ട്രെയിലർ, ടീസർ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഘടകമാണ്. സാനു ജോൺ വർഗീസിന്റെ ആർക്കറിയാം മികച്ചൊരു സിനിമയായിരുന്നു, അതിന് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്ന് അങ്ങനെ ഒരു സിനിമ, പക്ഷെ ആ കാലഘട്ടത്തിൽ ആ സാഹചര്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് എടുക്കുന്ന തീരുമാനത്തിൽ ഒരു ചെറിയ റിസ്ക് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് സാനു ജോൺ വർഗീസ്. ഭയങ്കരമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അവൻ എൻ്റെ കൂടെ പഠിച്ചതാണ്. അവൻ്റെ കഴിവിനെ ഞാൻ ഭയങ്കരമായി അഭിനന്ദിക്കുന്നതാണ്. അവൻ തന്ന ബഡ്ജറ്റിനേക്കാളും താന്ന ആ സിനിമ തീരത്തുള്ളൂ. ഭയങ്കര കഴിവുള്ള ഒരാളാണ്. പക്ഷേ ആർക്കറിയാ സിനിമ ഇപ്പം കിഷ്കിണ്ടാക്കാണ്ട പോലത്തെ സിനിമയായിരുന്നു. ഇപ്പം ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ പടം വിജയിച്ചു. അത് ഞാൻ അന്ന് എൻ്റെ ഫേറ്റ് ആയിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അന്നത്തെ ആ പരാജയം തിയേറ്ററിൽ ആ കോവിഡിന്റെ പ്രശ്നം കൊണ്ടല്ല, അതുകൊണ്ട് മാത്രം ഉണ്ടായ അത് വലിയ അതിന് നമുക്ക് ലോസ് ഒന്നും ഇല്ല. ഈ പറയുന്ന വലിയ ലോസ് ഒന്നും ഉണ്ടായിട്ടില്ല, പരിമിത സാഹചര്യങ്ങളിലും. പിന്നെ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട സിനിമ. നമ്മൾ ചില സാധനങ്ങൾ പൈസ കൊടുത്തപ്പോൾ 50 ലക്ഷം രൂപയുടെ വാച്ച്, 1 കോടി രൂപയുടെ വാച്ചും ആൾക്കാർ മേടിച്ച് കെട്ടാറുണ്ട്. കാരണം അത് ഇഷ്ടപ്പെട്ട സമയമല്ല ഒന്നല്ലേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ആർക്കറിയാം. അതിലൊരു 10-25 ലക്ഷം രൂപ പോയാൽ പോലും എനിക്ക് അത് വലിയ ദുഃഖം ഉണ്ടാക്കത്തില്ല. അത് തന്നെയാണ് മായനദിയും എല്ലാം പോയാൽ പോലും, പോയെന്നല്ല പറഞ്ഞത്, എനിക്കതിനകത്ത് ദുഃഖം ഉണ്ടാകത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പം നീരാളിയിൽ നഷ്ടം വന്നു, ദുഃഖമുണ്ട്, പേരും കിട്ടിയില്ല. പക്ഷെ അത് എൻ്റെ സിനിമയല്ല, കുമാർ സാറിൻ്റെ സിനിമയായിരുന്നു. ഞാൻ എടുക്കാൻ തുടങ്ങിയപ്പം അതങ്ങ് പുള്ളിയുടെ പൈസ ഇല്ലാഞ്ഞ എടുത്താണ്. അന്നേരം ഗാങ്സ്റ്ററിൽ നമുക്ക് പാളിച്ച ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടം 30 ലക്ഷം രൂപ ഉണ്ടെങ്കിലും നമുക്ക് അതൊരു റെക്കഗ്നിഷനും ആളുകൾ ഇപ്പോഴും സംസാരിക്കുന്നില്ലല്ലോ. മമ്മൂക്കായ്ക്ക് പോലും ആ പേര് കേൾക്കുന്ന, ഗാങ്സ്റ്റർ എന്നുള്ള പേര് കേൾക്കുന്ന, സിനിമയുടെ പേര് കേൾക്കുന്ന ഇഷ്ടമില്ല. കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം പൈസ മാത്രമല്ല ഒരു സിനിമ, നല്ല പേരും കിട്ടിക്കഴിഞ്ഞാൽ 10-25 ലക്ഷം 50 ലക്ഷം രൂപ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കുമോ ആഷിഖ് അബു മമ്മൂട്ടി കോംബോ പിന്നീട് വരാത്തത്?
ഇതൊക്കെ ചിലപ്പോൾ ആഷിഖിന് അതുപോലെ ഒരു സിനിമ, ആഷിഖിനെ മമ്മൂക്കായ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾ തന്നെയാണ്. ചിലപ്പം മമ്മൂക്കായ്ക്ക് പറ്റിയൊരു കഥ ആഷിഖിനെ അവിടെ പിച്ച് ചെയ്യാനൊത്തില്ല. അപ്പോൾ ആഷിഖ് ഐഫിൾ ക്ലബ്ബ് നല്ല ഗംഭീരമായിട്ട് എടുത്ത് നന്നായിട്ട് വിജയിച്ചു. എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അന്നേരം അദ്ദേഹം വീണ്ടും ചിലപ്പം അടുത്തൊരു പടമായിട്ട് മമ്മൂക്ക എടുത്ത് ചെല്ലാം. ഈ പറഞ്ഞ സിനിമ അല്ല, ആർക്കറിയാം, മഹേഷിന്റെ പ്രതികാരം, നായാനദി പോലെയുള്ള വാല്യൂസ് ഉള്ള നല്ല വാല്യൂ ഉള്ള കലാമൂല്യമുള്ള സിനിമ നമുക്ക് പറയാൻ പറ്റുന്ന സിനിമകൾ. അതേസമയം എല്ലാ രീതിയിലും അതൊരു കൊമേഴ്ഷ്യൽ സിനിമയും കൂടി ആക്കാം, അങ്ങനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത് എടുക്കുക എന്നുള്ള നമുക്ക് ഇത് എടുക്കണോ. ഇപ്പൊ ആൻഡ്രോയിഡിന്റെ കാര്യം പറഞ്ഞു, എത്ര പേര് ഉപേക്ഷിച്ചതാണ്, പ്രൊഡ്യൂസേഴ്സ് വേണ്ട എടുക്കില്ല, അത് എടുക്കാൻ നമ്മുടെ ഒരു ഈ റിസ്ക് എന്നുള്ളത് ഇപ്പൊ പറഞ്ഞു തന്നെയാണ് നമുക്ക് അതിനോടുള്ള ഇഷ്ടം. ആൻഡ്രോയിഡ് എടുക്കാൻ കാരണം സാനു ജോൺ മറീസ് എന്ന് പറയുന്ന ക്യാമറമാൻ ആ സിനിമ എടുത്ത് കൊണ്ടുവന്നത്. ഞാൻ അവനോട് പറഞ്ഞ ഡിമാൻഡ് ചെയ്താണ്, എടാ എനിക്ക് രതീഷ് പൊതുവാൾ എന്ന് പറയുന്ന ആളെ അറിയത്തില്ല, നീ ക്യാമറ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ എടുക്കാം, പൈസ മുടക്കാം എന്ന് പറഞ്ഞു. അത് സാനു എന്ന് പറയുന്ന വ്യക്തിയിലുള്ള വിശ്വാസമാണ് അതിനകത്തുണ്ടായിരുന്നത്. എന്നാൽ തങ്കേസോട് എന്ന് പറയുന്നത് രതീഷ് പൊതുവാൾ എന്നുള്ള ഡയറക്ടറിലുള്ള വിശ്വാസം. അയാൾ എന്നോട് ചെയ്ത പടം ഗംഭീരമായിരുന്നു, അയാളുടെ കഴിവിനെ എനിക്ക് മനസ്സിലായി. അതാണ് എന്നാൽ തങ്കേസോട് എടുക്കാൻ ഉണ്ടായ കാരണം. ആർക്കറിയായും സാനുവിലുള്ള വിശ്വാസം, ആ കഥ ഒത്തിരി ദിവസം കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ പുതുപ്പള്ളിയിൽ അവൻ്റെ വീട്ടിൽ പോയിരുന്ന് കേൾക്കുമായിരുന്നു, അതിലുള്ള വിശ്വാസമാണ്. അന്നേരം ഈ അങ്ങനെ ഇപ്പം മായനദി മഹേഷിന്റെ പ്രതികാരമൊന്നും നമുക്ക് ചിന്തിക്കേണ്ട പോലും വന്നിട്ടില്ല. കാര്യം അത് ആഷിഖ് കപൂർ എന്ന് പറയുന്ന സിനിമയിൽ കഴിവ് തെളിയിച്ച ഒരാൾ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു, നമ്മുടെ പ്രൊഡ്യൂസറായിട്ടും ഡയറക്ടറായിട്ടും ഉണ്ടായിരുന്നു. അന്നേരം ഇതൊക്കെ അതൊന്നും ഏതാ ഇപ്പം ഇതിനകത്ത് എൻ്റെ കയ്യിൽ നിന്ന് പാളിച്ച വന്നു എന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പം നാരദൻ പോലും ഞാൻ വിശ്വസിക്കുന്ന, എനിക്ക് പറയാനുണ്ടായിരുന്ന, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആഷിഖിൻ്റെ മനസ്സിലുണ്ടായിരുന്ന എന്താണോ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ, അത് തുറന്നു പറയാൻ നമുക്ക് ഉള്ള അവസരം കിട്ടി. നഷ്ടത്തിന്റെ തോത് ഇച്ചിരി കൂടിപ്പോയെന്ന്. സത്യം വിളിച്ചു പറഞ്ഞപ്പോ അങ്ങനെയാണല്ലോ, സത്യം വിളിച്ചു പറയുന്നവൻ എപ്പോഴും അങ്ങനെയാകും. പക്ഷെ അത് നമുക്ക് സാറ്റലൈറ്റ് ഒക്കെ ഈസി ആയിട്ട് വിൽക്കായിരുന്നു. സിനിമ ഒന്ന് മാറ്റി പിടിക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ സിനിമ പൈസ നമുക്ക് ഈ പറയുന്ന നഷ്ടങ്ങൾ വരത്തില്ലായിരുന്നു. പിന്നെ ഒന്നും പുറകിലേക്ക് നമുക്ക് മാറ്റാൻ ഒക്കത്തില്ല. ഞാൻ ഒരു കാര്യം പോലും പുറകിലേക്ക് ഒരു ദിവസം ചിന്തിക്കാത്ത വ്യക്തിയാണ്. എന്റെ വണ്ടി പോകുന്ന വഴിക്ക് തട്ടിയാൽ, ഇപ്പൊ ഞാൻ ഒടിയൻ സിനിമയ്ക്ക് പോകുമ്പോൾ റേഞ്ച് റോവറായിട്ട് പോകുമ്പോൾ ഒരു വണ്ടിക്കിട്ട് തട്ടി, ഡ്രൈവർ ഇറങ്ങി നോക്കാൻ മറ്റേ വണ്ടിക്കാരൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞു നമുക്ക് വിട്ടുപോയേക്കാമെന്ന് പറഞ്ഞു. കാരണം ആ വണ്ടി ഇടിച്ചത് കണ്ട് നമുക്ക് മനപ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ ഒടിയൻ അങ്ങ് പാലക്കാട് എഴുതോടം വരെ മനസ്സിലതായിരിക്കും കിടക്കുന്ന വണ്ടി. എന്നുവെച്ചാൽ ഞാൻ ഇന്നലെ നടന്നതിനെ പറ്റി ഒരിക്കലും പിന്നെ ചിന്തിക്കാറുള്ള വ്യക്തിയല്ല. പണം മുടക്കുന്ന ഒരാൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു തീരുമാനമാണല്ലോ. അല്ല, അങ്ങനെയല്ല. അത് നമ്മൾ ഇന്നലത്തെ പറ്റി ഒന്നും ചിന്തിച്ചിട്ട് ഗുണമില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം അങ്ങനെ വിചാരിക്കാൻ പോയാൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ, വിഷമിക്കാൻ മാത്രമേ സമയം കാണത്തുള്ളൂ. ബിസിനസ്സിൽ അത് എപ്പോഴും അങ്ങനെയാണ്. ദിലീഷ് പോത്തനുമായിട്ട് ഇനി ഒരു സിനിമ പ്രതീക്ഷിക്കാമോ? ഞാൻ ദിലീഷിനെ കാണുമ്പോഴെല്ലാം പോത്തണ്ണ നമുക്ക് എന്നാ പടം ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അവർക്ക് സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. പിന്നെ കിട്ടാത്തൊരു കാര്യത്തെപ്പറ്റി നമ്മൾ ഒരു പരിധിക്കപ്പുറം പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമായിരിക്കും. കാരണം ഞങ്ങൾ നല്ല റിലേഷൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ശ്യാമുമായിട്ട് സംസാരിക്കാറുണ്ട്, ഉണ്ണിയുമായിട്ട് സംസാരിക്കാറുണ്ട്. ചിലപ്പം എന്തെങ്കിലും നടക്കാം. മഹേഷിലെ ഒരു വർക്കിംഗ് എങ്ങനെയായിരുന്നു? മഹേഷ് നമുക്കൊരു ടെൻഷനും ഇല്ലാഞ്ഞ സിനിമയല്ല, വളരെ ഈസി ആയിട്ട് പ്രൊഡക്ഷൻ ആശിക്കുണ്ടായിരുന്നു. ദിലീഷും ഒക്കെ നമ്മുടെ പല എല്ലാ സിനിമയിലും അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നു. ഒരു ബ്രില്യൻസ് എന്നുള്ള വാക്കൊക്കെ ഡയറക്ടേഴ്സുമായി ചേർന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയ പോലും അങ്ങനെയാണ്. ദിലീഷൊക്കെ ഒരു അസാമാന്യ ഡയറക്ടറല്ലേ. അപ്പൊ നമുക്കിനി പെണ്ണും പൊറോട്ടുമാണ് റിലീസിനുള്ള സാറിന്റെ സിനിമ, അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പെണ്ണും പൊറോട്ടും ഞാൻ ഇപ്പോൾ എടുത്തതിൽ ഏറ്റവും റിസ്ക് ഉള്ള, ഏറ്റവും വലിയ റിസ്ക് ഉള്ള സിനിമയാണ്. കാരണം ആ ഗ്രാമത്തിൽ നമ്മൾ 100-300 പേരെ ഒരു 6 മാസം കൊണ്ട് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്ത് എടുത്ത് ഇന്ന് വരെ ക്യാമറ കാണാത്ത ആൾക്കാരെ ഒരു 6-7 മാസം ഒരിടത്ത് താമസിപ്പിച്ച് അവരെ ആക്ടിങ് പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ഇങ്ങനെ ഒരു 6 മാസം ഒരു ആശ്രമത്തിൻ്റെ ഓഡിറ്റോറിയം എടുത്തിട്ട് അവിടെ കൊടുത്ത് പിന്നെ ഇത്രയും മൃഗങ്ങളെയും വെച്ചെടുത്ത സിനിമയാണ്. സിനിമയിൽ ബിസിനസ്സാണ്, ലാഭം വരാം നഷ്ടം വരാം. പക്ഷേ ആ സിനിമ ഇപ്പം വരെ കണ്ട എല്ലാവരും പറയും അതിഗംഭീര സിനിമയാണ്, ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിനൊക്കെ പോകും, അത്രയും ഗംഭീര സിനിമയാണ് എന്നാണ് ഈ സിനിമയായിട്ട് ബന്ധപ്പെടാത്ത ആൾക്കാർ വരെ സിനിമ കണ്ടിട്ട് പറഞ്ഞത്. ഷെയ്ൻ്റെ ഒരു സിനിമ വരുമ്പോൾ ഷെയ്നുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന ചർച്ചകളും വിവാദങ്ങളും പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകൾ ഇപ്പോഴും എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയായിരുന്നു വർക്കിംഗ്? ഇത് ഒന്നും പറയാത്ത ആൾക്കാരെ പറ്റി ഇപ്പം മദർ തെരേസയെ പറ്റി ചോദിച്ചാൽ പോലും മോശം പറയുന്ന നാടാണ് നമ്മൾ. മഹാത്മാഗാന്ധിയെ പറ്റി നല്ലതും ചീത്തയും പറയുന്ന നാടാണ്. നേരം
ഇതൊന്നും മാറ്റി എടുക്കാനായിട്ട് നമ്മുടെ നാട്ടുകാർക്ക് ഒന്നും മറക്കാൻ 2 ദിവസം മതി. ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ വാക്ക് ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ആദ്യം വന്നൊരു പരാമർശം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ടാണ് സാറിന്റെ ഒരു വർക്കിംഗ് ചോദിച്ചത്. ഈ എന്താ പറയുന്നത്, ഷെയ്ന്റെ പടങ്ങള് വിജയിച്ച പടങ്ങളല്ലേ ഇഷ്ടം പോലെ. RDX, കുമ്പളങ്ങി നൈറ്റ്സ്, നല്ലൊരു ആക്ടറാണ്. ഇത് മോശം ഈ പേരെന്ന് പറയുന്നതൊക്കെ മാറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആൾക്കാർ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ഈ പറയുന്ന സമയമൊന്നും വേണ്ട. മനുഷ്യന്റെ മനസ്സ് പെട്ടെന്നാണ്, കോവിഡ് കഴിഞ്ഞ് പ്രത്യേകിച്ച് പെട്ടെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. ഈ മറ്റ് ഹീറോസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇത് പലരും പറയും, ഈ സിനിമകളിലൊക്കെ മറ്റുള്ള നായകന്മാരും ഉണ്ടായിരുന്നു, പക്ഷെ ഒരൊറ്റയ്ക്ക് ഒരു സിനിമ ഷെയ്ൻ ചെയ്യുമ്പോൾ അത് കണ്ട ഒരാളാ സാറ്. അല്ല, നമ്മളിപ്പോൾ ഈ സിനിമയിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ ഷെയ്ൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു വളരെ യങ്സ്റ്ററാണ്, ഭയങ്കര ബോഡി ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളായിരിക്കണം, നല്ലതായിട്ട് ഡാൻസ് കളിക്കുന്ന ആളായിരിക്കണം, നല്ലതായിട്ട് സ്റ്റണ്ട് അടി ചെയ്യുന്ന ആളായിരിക്കണം. കബഡി പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടി, ഈ സിനിമയുടെ ഷൂട്ടിംഗ് തന്നെ 100 ദിവസമുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി 50 ദിവസത്തോളം പുള്ളി കബഡി കളി പഠിക്കാൻ വേണ്ടി നമ്മുടെ പാലക്കാട്ട് വന്ന് താമസിച്ചു. ഈ സിനിമയ്ക്ക് വേണ്ടി സമ്മർസോൾട്ട് പഠിക്കാൻ വേണ്ടി 15 ദിവസം ഇവിടെ എറണാകുളത്ത്. അന്നേരം ഈ സിനിമയ്ക്ക് വേണ്ടി ഏകദേശം 160 ദിവസത്തോളം ഷെയ്നും ബാക്കി കൂടെയുള്ള ഹീറോസും 4 പിള്ളേരാ 4 പേരും കഷ്ടപ്പെട്ടു. അന്നേരം അതിന് അവര് കൊടുത്ത എഫേർട്ട് അതാണ്. അന്നേരം അതിന് ബലം കാണാം. പിന്നെ ഷെയ്ൻ മറ്റേതിനകത്തൊക്കെ വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഷെയ്ൻ എന്ന് പറയുന്ന ആളെ മലയാളികൾക്ക് അറിയാമല്ലോ. നമ്മൾ നല്ല പ്രൊഡക്റ്റ് കൊടുത്താൽ ആൾക്കാർ തീർച്ചയായിട്ടും ഏറ്റെടുത്തോളൂ. ഈ 2 സിനിമകളും നമ്മൾ കാത്തിരിക്കുകയാണ്, സക്സസ് ആവട്ടെ, നല്ല രീതിയിൽ ഹിറ്റ് ആവട്ടെ. അങ്ങനെ ആകട്ടെ, നാക്ക് പൊന്നാകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.